Hi all, welcome to another video. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് BSOC 111 Sociological Thinkers എന്ന പേപ്പറിന്റെ കാൾ മാർക്സ് എന്ന കോണ്ടെക്സ്റ്റിൽ വരുന്ന യൂണിറ്റ് 3 ആണ്. സോ അദ്ദേഹത്തിന്റെ ഒട്ടേറെ കൺസെപ്റ്റുകളെ കുറിച്ചും അദ്ദേഹത്തിന്റെ ബയോഗ്രഫീസിനെ കുറിച്ചും നമ്മൾ ഓൾറെഡി കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് അദ്ദേഹത്തിന്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളിൽ വരുന്ന ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ, റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. സോ ഫസ്റ്റ് എന്താണ് ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി തന്നെ കഴിഞ്ഞൊരു യൂണിറ്റിൽ എന്താണ് ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറച്ചും കൂടി എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളത് നോക്കാം. സോ ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു കൊമോഡിറ്റിയെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു എക്കണോമിക് വാല്യൂ ഉള്ള ഒരു വസ്തുവിനെ നിർമ്മിക്കുന്നത്, അതിനുപയോഗിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്, അതിനകത്ത് എന്തൊക്കെ വരാം, നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് വരാം, ടെക്നോളജിക്കൽ നോ ഹൗസ്, അതായത് നമുക്കൊരു എന്താണ് ഒരു വസ്തു നിർമ്മിക്കുന്നതിന് എന്തൊക്കെ ടെക്നോളജീസ് ആവശ്യമാണ്, എന്തൊക്കെ റിക്വയർമെന്റ്സ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാം. റോ മെറ്റീരിയൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മെഷീൻസ് വരാം, മാൻ പവേഴ്സ് വരാം. ഇതെല്ലാം കൂടി ചേരുന്നതിനെയാണ് നമ്മൾ ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കൊമോഡിറ്റി നിർമ്മിച്ച് മാർക്കറ്റിലേക്ക് എത്തുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ എത്രത്തോളം എന്താണ് ഫോഴ്സസ് അല്ലെങ്കിൽ എന്താണ് ഇതുപോലെ റോ മെറ്റീരിയൽസ് ആൻഡ് ടെക്നോളജീസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടാണല്ലോ ഒരു വസ്തു നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. അതിനെ എല്ലാത്തിനോട് ചേർത്തിട്ടാണ് ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും വരുന്നത്. ഒന്ന് മീൻസ് ഓഫ് പ്രൊഡക്ഷനും, രണ്ട് ലേബർ പവർ. മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഏതൊക്കെ മാർഗങ്ങളിലൂടെ അല്ലെങ്കിൽ ഏത് മീൻസിലൂടെയാണ് നമ്മളൊരു വസ്തുവിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് മീൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ലേബർ പവർ എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം ലേബർ പവർ അല്ലെങ്കിൽ എന്താണ് ഒരു ജോലിക്കാരൻ എത്രത്തോളം പവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആ പ്രോഡക്റ്റ് നിർമ്മിക്കുന്നത്. ഇപ്പോൾ ഏത് കാര്യത്തിലും ഇപ്പോൾ ഒരു എന്താണ് ചെരുപ്പ് നിർമ്മിക്കുന്നതായാലും അല്ലെങ്കിൽ ഒരു ക്ലോത്ത് ഇത് ചെയ്യുന്നതായാലും എല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള ഒരു ലേബർ എഫേർട്ട് നമുക്ക് വരുന്നുണ്ട്. സോ അത് രണ്ടും കൂടി ചേർത്തിട്ടായിരിക്കും. ഇപ്പം നമുക്ക് സേ ഫോർ എക്സാമ്പിൾ ഒരു ക്ലോത്ത് തന്നെ എടുക്കാം. എന്താണ് ആദ്യം അതിനൊരു നമ്മളെ ഒരു നമുക്ക് യൂസബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് കിട്ടുന്നതിന് മുന്നേ ലേബർ പവർ ആയിട്ട് അതിനകത്ത് ടൈലറിങ് വരാം. ആൻഡ് മീൻസ് എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കോട്ടണോ അല്ലെങ്കിൽ മറ്റുള്ള ഫാബ്രിക്കുകളോ ഒക്കെ ആവാം. സോ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഒരു ഫോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് അതിനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ ഒരു സോഷ്യൽ ഓർഡറിൽ നമ്മളൊരു സോഷ്യൽ സൊസൈറ്റി നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം കണ്ടിന്യൂസ് ആയിട്ട് സൊസൈറ്റി സബ്ജക്ട് ടു ചേഞ്ച് അല്ലെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷനിലും വ്യത്യാസങ്ങൾ വരും. പണ്ട് കാലത്ത് നമ്മൾ കൈ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ സൂചിയിൽ നൂല് കൊരുത്തൊക്കെയാണ് സാധനങ്ങളെ ടൈലർ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, മെഷീൻസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും എന്താണ് പണ്ട് നമുക്കറിയാം വീടുകളിലൊക്കെ കല്ലിൽ അരച്ചെടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തുണ്ട് മിക്സർ ഗ്രൈൻഡേഴ്സ് ഉണ്ട്. സോ അപ്പോൾ അതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന എന്തുകൊണ്ടാണ് ടെക്നോളജിയിൽ അപ്ഗ്രേഡേഷൻസ് വന്നപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. അപ്പോൾ ഇതുപോലെ ഓരോ ചേഞ്ചസും എന്താണ് ഇത്തരത്തിൽ ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജീസ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന മെഷീനറീസ്, റോ മെറ്റീരിയൽസ്, ലേബർ പവർ, ഇതിലെല്ലാത്തിലും വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് കാൾ മാർക്സ് അഭിപ്രായപ്പെടുന്നത്. ഇപ്പോൾ നമുക്കിതിനെ പറയാം ഒരു ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹ്യൂമൻ നേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളൊരു സെൻസിലൂടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതലേ മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടി സ്കേഴ്സിറ്റീസിനെ എന്താണ് ഓവർകം ചെയ്യുന്നതിനുള്ള ഒരു പവർ എന്താണ് സ്വന്തമായിട്ട് തന്നെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഇതായിട്ടാണ് നമ്മൾ മനുഷ്യരെ കാണുന്നത് എന്നാണ് കാൾ മാർക്സ് പറയുന്നത്. അതൊരു ട്രൈബൽ സൊസൈറ്റിയുടെ ഉദാഹരണം വെച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതായത് വെള്ളപ്പൊക്കം വരുന്നു അല്ലെങ്കിൽ എന്താണ് വരൾച്ച, ഡ്രൗട്ട്, ഫ്ലഡ്, ഇതുപോലെ അല്ലെങ്കിൽ എന്താണ് ഹറിക്കെയിൻസ്, പലതരത്തിലുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വന്നാലും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് പലതും സ്കേഴ്സ് ആവുമ്പോഴും അതിനെ ഓവർകം ചെയ്തുകൊണ്ട് എങ്ങനെ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ആ സ്കേഴ്സിറ്റി ഓവർകം ചെയ്ത് പുതിയൊരു ലെവലിലേക്ക് പോവാം എന്ന് മനുഷ്യർ കോൺസ്റ്റൻ്റ്ലി ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അത് ഈ ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷനെയും കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് തന്നെ പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്താനായിട്ട് മനുഷ്യർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഫ്ലഡ് വന്നു അല്ലെങ്കിൽ എന്താണ് ഡ്രൗട്ട് വന്നു എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ സ്കേഴ്സിറ്റിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ സ്കേഴ്സിറ്റി ഓവർകം ചെയ്തുകൊണ്ട് എങ്ങനെ പ്രൊഡക്ഷനെ കൊണ്ടുവരാം എന്ന് മനുഷ്യർ ചിന്തിക്കും. അതുപോലെ നമുക്ക് ഒരു ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് മണ്ണിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മണ്ണിൽ കൃഷി ചെയ്യുന്ന സമയത്ത് നോർമലി അതിൻ്റെ ഫെർട്ടിലിറ്റി എന്ത് ചെയ്യും,
ഡിക്ലൈൻ ചെയ്യാനായിട്ട് തുടങ്ങും, കുറയാനായിട്ട് തുടങ്ങും. സോ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ മാനോസ് ഒക്കെ മണ്ണിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് മനുഷ്യന്റെ ബുദ്ധിയാണ്. അപ്പം എന്ത് ചെയ്തു, അവിടെ നമ്മൾ ചേഞ്ചസ് അല്ലെങ്കിൽ ആ ഒരു സ്കേഴ്സിറ്റി ഓവർകം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പുതിയൊരു ചേഞ്ച് കൊണ്ടുവന്ന് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാണ് ചെയ്തത്. ദിസ് ഈസ് വാട്ട് ആക്ച്വലി ഹാപ്പനിങ് വിത്തിൻ എക്കണോമി ആസ് വെൽ. ഒരു എക്കണോമിക് പ്രൊഡക്ഷനിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നതാണ് കാൾ മാർക്സ് പറയുന്നത്. അതായത് പല സ്കേഴ്സിറ്റീസ് ഉണ്ടാവാം അല്ലെങ്കിൽ പല ലിമിറ്റേഷൻസ് ഉണ്ടാവാം, അതിനെ ഓവർകം ചെയ്ത് പ്രൊഡക്ഷനെ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്നുള്ളത് മനുഷ്യൻ കോൺസ്റ്റന്റ്ലി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷനിലും കാലങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാൾ മാർക്സ് പറയുന്നത്. പണ്ട് മെഷീനറീസ് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് പല ഇതിനും മെഷീനറീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. ഈ ഒരു ചേഞ്ച് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്യുമെന്നാണ് കാൾ മാർക്സ് പറയുന്നത്. കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ അടുത്തൊരു ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ എന്നാലും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകാം. ഇപ്പോൾ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ വിതിൻ ആൻ ഓർഗനൈസേഷനിൽ തന്നെ വർക്കേഴ്സും അതുപോലെ തന്നെ എന്താണ് ഓണേഴ്സും തമ്മിലൊക്കെയുള്ള റിലേഷനെയാണ് നമ്മൾ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. സോ അത് ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷനെ പലപ്പോഴും ബാധിക്കാറുണ്ട്. പുതിയ ടെക്നോളജീസ് വരുമ്പോൾ പല മനുഷ്യർക്കും അല്ലെങ്കിൽ പല ലേബേഴ്സിനും അത് അഡ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം എന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, അത് പുതിയൊരു ചേഞ്ചിന് കാരണമാവും. ഇതിനെയാണ് നമ്മൾ ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാൾ മാർക്സിന്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ അതിനകത്ത് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു. ആൻഡ് കഴിഞ്ഞ യൂണിറ്റ്സിലും നമ്മൾ എന്താണ് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് പരിചയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഒരു പ്രോഡക്റ്റ് നമ്മളുടെ കയ്യിലേക്ക് വരുന്നത് ഒരു ഒറ്റ ഒരാളിന്റെ പ്രയത്നം കൊണ്ട് മാത്രമല്ല, പകരം ഒരു കളക്റ്റീവ് എഫേർട്ട് കൊണ്ടാണ് ഓരോ വസ്തുവും ഒരു കൊമോഡിറ്റി ആയിട്ട് യൂസറിന്റെ കയ്യിലെത്തുന്നത് എന്നാണ് കാൾ മാർക്സ് പറയുന്നത്. അപ്പോൾ നമ്മൾ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അഗ്രികൾച്ചർ എന്ന് പറയുമ്പം അതിനകത്തൊരു ഒറ്റ ആളിൻ്റെ ഇൻവോൾവ്മെന്റിലല്ല നമുക്ക് നെല്ല് അരിയായിട്ട് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. പകരം ഒരുപാട് ആൾക്കാരുടെ കളക്റ്റീവ് എഫേർട്ടിന്റെ ഫലമായിട്ടാണ് കിട്ടുന്നത് നമുക്കറിയാം. സോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനൊരു ലാൻഡ് ഓണർ ഉണ്ടായിരിക്കും, അതിൽ പിന്നെ ആ ലാൻഡിനെ ഓൺ ചെയ്ത് അതിൽ വർക്ക് ചെയ്യാൻ വരുന്ന ലേബേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ തന്നെ ഈ ലേബേഴ്സ് ഇതിനെ കൾട്ടിവേറ്റ് ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്ത് തിരിച്ചു കിട്ടിയിട്ട് നമ്മളിലേക്ക് അതിനെ എത്തിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ വസ്തുവും ഒരു പ്രോഡക്റ്റായി നമ്മുടെ കയ്യിലേക്ക് വരുന്നത് പലതരത്തിലുള്ള ഇത്തരം ഒരുപാട് ലേബേഴ്സിന്റെ കളക്റ്റീവ് എഫേർട്ടിലൂടെയാണ് ഇതാണ് കാൾ മാർക്സ് അഭിപ്രായപ്പെടുന്നത്. ഇനി ഇതിൽ തന്നെ ഈ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷനെ പ്രധാനമായും കാൾ മാർക്സ് രണ്ടായാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻ ബിറ്റ്വീൻ ടെക്നോളജീസ് അല്ലെങ്കിൽ ടെക്നിക്സ് എന്ന് പറയാം. അതായത് നമ്മളൊരു പ്രോഡക്റ്റ് ഉൽപ്പാദനം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു വസ്തു നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ടെക്നോളജീസിന്റെ റിലേഷൻസ്. പല ടെക്നോളജിക്കൽ നോ ഹൗസ് ഉണ്ട്, അതിന് ആൾക്കാരെങ്ങനെ മനസ്സിലാക്കുന്നു, വർക്കേഴ്സിനും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ടെക്നോളജി നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. നിൽക്കുന്ന ലേബേഴ്സിന് ടെക്നോളജിയെ കുറിച്ച് വലിയ അഡിക്വേറ്റ് ആയിട്ടുള്ള ധാരണയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിനെയാണ് ഒരു ടെക്നോളജി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നെസസറി ടെക്നോളജിയും അതുപോലെ വർക്കേഴ്സ് എന്നുള്ള റിലേഷൻ ആയിട്ട് പറയുന്നു. രണ്ടാമത് പറയുന്ന റിലേഷൻ എന്ന് പറയുമ്പോൾ ഓണർഷിപ്പിനെ കുറിച്ചാണ് കാൾ മാർക്സ് പറയുന്നത്. ക്യാപിറ്റലിസം ആണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഏതൊരു പ്രോഡക്റ്റ് പ്രധാനമായിട്ടും ഓൺ ചെയ്യുന്ന അതിനൊരു ഓണർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ആണ് എല്ലാ മീൻസിനെയും ഓൺ ചെയ്യുന്നത്. അയാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് ലേബേഴ്സ്. അപ്പം ഓണറും പ്രോഡക്റ്റും തമ്മിലുള്ള ഒരു റിലേഷനാണ് രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത്. മീൻസ് കംപ്ലീറ്റ്ലി ഓൺ ചെയ്യുന്നത് ആരായിരിക്കും, ഈ ക്യാപിറ്റലിസ്റ്റുകൾ തന്നെയായിരിക്കും. ലേബേഴ്സിന് അവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. നമ്മൾ ഏലിനേഷനൊക്കെ പഠിച്ചപ്പോൾ അതിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, പ്രോഡക്റ്റുമായിട്ട് ലേബേഴ്സിന് യാതൊരു തരത്തിലുള്ള റിലേഷൻസും അവിടെ ഉണ്ടാകുന്നില്ല. കംപ്ലീറ്റ്ലി ഓൺ ചെയ്യുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി അല്ലെങ്കിൽ ബൂർഷ്വാസിയുടെ കയ്യിലായിരിക്കും എന്നാണ് കാൾ മാർക്സ് അഭിപ്രായപ്പെടുന്നത്. ദെൻ ഈ ഒരു ക്യാപിറ്റലിസ്റ്റിനകത്ത് അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് റിലേഷൻഷിപ്പിൽ തന്നെ അല്ലെങ്കിൽ ഒരു റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പ്രധാനമായിട്ടും രണ്ട് റിലേഷൻസിനെ കുറിച്ച് നമുക്ക് ഇനിയും പറയാം. ഒന്ന് കോപ്പറേഷനും മറ്റൊന്ന് ഡോമിനേഷനും ആയിരിക്കും. കോപ്പറേഷൻ എന്ന് പറയുമ്പം പല ആൾക്കാർ, നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ പല പല ആൾക്കാരായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സബോർഡിനേറ്റ്സുമായിട്ടുള്ള റിലേഷൻസ് അതിനകത്ത് എപ്പോഴും ഉണ്ടാകുന്ന കോപ്പറേഷൻ ആയിരിക്കും എന്നാണ് കാൾ മാർക്സ് പറയുന്നത്. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സഹായിക്കാനോ അല്ലെങ്കിൽ പരസ്പരം ഒരു ഫ്രണ്ട്ലി റിലേഷനൊക്കെ ആയിരിക്കും നമ്മുടെ കൊളീഗ്സുമായിട്ട് പലപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് ഡിനോട്ട് ചെയ്യുന്ന ഒരു കോപ്പറേഷനെയാണ് എന്നാണ് കാൾ മാർക്സ് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ക്യാപിറ്റലിസ്റ്റുമായിട്ടൊരു റിലേഷൻ എന്ന് പറയുന്നത് സബോർഡിനേറ്റ് സൂപ്പർ ഓർഡിനേറ്റ് റിലേഷൻസ് ആയിരിക്കും. അതായത് ഓണറും അതുപോലെ തന്നെ ലേബേഴ്സും തമ്മിലുള്ള റിലേഷനാണ്. അവിടെ സംഭവിക്കുന്നത് എപ്പോഴും ഡോമിനേഷൻ ആണ് എന്നാണ് കാൾ മാർക്സ് അഭിപ്രായപ്പെടുന്നത്. ഡോമിനേഷൻ എന്ന് പറയുമ്പോൾ അറിയാം, ലേബേഴ്സ് ക്യാപിറ്റലിസ്റ്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നു, അവർക്ക് എപ്പോഴും ഒപ്രഷൻ അല്ലെങ്കിൽ സപ്രഷൻ ആയിരിക്കും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് എന്നാണ് കാൾ മാർക്സ് പറയുന്നത്. സോ
ഇതാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷനിൽ പറയുന്നത്. സോ നമുക്കറിയാം എന്താണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിൽ പലതരത്തിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, അവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മ്യൂച്വൽ ഹ്യൂമൻ റിലേഷൻസിനെയാണ് സിംപ്ലി റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ രണ്ടായിട്ട് അദ്ദേഹം ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഓണർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു, ആൻഡ് അതുപോലെ തന്നെ ടെക്നോളജീസിന് ആ ഒരു റിലേഷനെ കുറിച്ചുമാണ് അദ്ദേഹം സംസാരിച്ചത്. അതായത് ഉപയോഗിക്കുന്ന നമ്മൾ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്നതിൽ പല ടെക്നോളജീസ് ഉപയോഗിക്കും, ആ ടെക്നോളജിയും അത് ഉപയോഗിക്കുന്ന ആൾക്കാരും ലേബേഴ്സും തമ്മിലുണ്ടാകുന്ന ഒരു റിലേഷൻ ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഓണറും ലേബേഴ്സും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പും അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് സബോർഡിനേറ്റ് സൂപ്പർ ഓർഡിനേറ്റ് റിലേഷൻഷിപ്പാണ് ക്യാപിറ്റലിസ്റ്റും ലേബേഴ്സും തമ്മിലുള്ളതെന്ന് പറഞ്ഞു. അത് എപ്പോഴും ഡോമിനേഷൻ ആണ്, അതായത് ക്യാപിറ്റലിസ്റ്റ് ഡോമിനേറ്റ് ചെയ്യുന്നു, ലേബേഴ്സ് അവരുടെ കീഴിലേക്ക് വരുന്നു. അതുപോലെ തന്നെ പറയുന്ന ഒന്നാണ് സബോർഡിനേറ്റ് റിലേഷൻസ്. അതിനകത്ത് കോപ്പറേഷനാണ് ഉണ്ടാകുന്നത്, അതായത് നമ്മുടെ വർക്കേഴ്സുമായിട്ടുള്ള റിലേഷൻസ് എപ്പോഴും കോപ്പറേഷനെ കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുമെന്നും അത് പതിയെ പതിയെ ക്ലാസ് സ്ട്രഗിളിലേക്ക് ലീഡ് ചെയ്യുമെന്നുമാണ് കാൾ മാർക്സ് അഭിപ്രായപ്പെടുന്നത്. ക്ലാസ് സ്ട്രഗിളിനെ കുറിച്ച് നമ്മൾ അടുത്ത ലാസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അടുത്ത് നമുക്ക് പറയാനുള്ളത് കാൾ മാർക്സിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്, അതായത് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയും. സോ എന്താണ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് നോക്കാം. മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സം ടോട്ടലിനെയാണ് നമ്മൾ മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നതായിട്ടാണ് കാൾ മാർക്സ് സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് എന്താണ്, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിൽ ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ റിലേഷൻസിനെ കുറിച്ച് പറഞ്ഞു. ദെൻ മീൻസ് എന്താണെന്നും പറഞ്ഞു. അതായത് നമ്മൾ മീൻസ് എന്ന് പറയുമ്പോൾ പൊതുവെ ഫോഴ്സസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയെല്ലാമാണ് നമ്മളൊരു പ്രോഡക്റ്റിനെ നിർമ്മിക്കുന്നത്, അതിനകത്തുള്ള പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ എന്താണ് മെഷീൻസോ മാൻ പവറോ ഇതെല്ലാം ചേർക്കുന്നതാണ് മീൻസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. റോ മെറ്റീരിയൽസ് എല്ലാം അതിൻ്റെ ഭാഗമാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നമുക്കൊരു മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്നൊരു നിലയിലേക്ക് അതിനെ മാറുന്നത്. അപ്പോൾ മാർക്സ് പ്രധാനമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള പല പല സ്റ്റേജസ് ഓഫ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. അതെന്താണെന്നുള്ളത് നോക്കാം. ഇതിൽ ഫസ്റ്റ് വൺ ആണ് പ്രിമിറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് ഏഷ്യാറ്റിക് സൊസൈറ്റിയെ കുറിച്ചും, മൂന്നാമതായി അദ്ദേഹം പറയുന്നത് ഫ്യൂഡൽ സൊസൈറ്റിയെ കുറിച്ചും, നാലാമതായി പറയുന്നത് ക്യാപിറ്റലിസവും, ലാസ്റ്റ് ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് വീണ്ടും ഒരു കമ്മ്യൂണിസം എന്ന നിലയിലേക്ക് മാറും. ഇങ്ങനെ 5 സ്റ്റേജസിനെ കുറിച്ചാണ് കാൾ മാർക്സ് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് സൊസൈറ്റിയാണ്. എന്താണെന്ന് നോക്കാം. സോ പ്രിമിറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി തന്നെ അറിയാവുന്നതാണ്. ജസ്റ്റ് നമുക്കൊന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും എന്താണ്, പണ്ടത്തെ മനുഷ്യർ എങ്ങനെ ജീവിച്ചിരുന്നു. നമുക്കറിയാം ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ്, അവർ ഗ്രൂപ്പുകളിലാണ് ജീവിച്ചിരുന്നത്. ഒരു സോഷ്യൽ കണക്ഷൻ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് സൊസൈറ്റിയിൽ വളരെ കൂടുതലായിരുന്നു. അവർ ഗ്രൂപ്പായിട്ട് മൃഗങ്ങളെ വേട്ടയാടുന്നു, അല്ലെങ്കിൽ അതിനെ ഒരുമിച്ച് ഭക്ഷിക്കുന്നു, അങ്ങനെ കളക്റ്റീവായിട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനെയാണ് പ്രിമിറ്റീവ് സൊസൈറ്റി എന്ന് കാൾ മാർക്സ് പറയുന്നത്. അവിടെ ഒരു ക്ലാസ് റിലേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് സൊസൈറ്റിയിലുള്ള മറ്റ് മെമ്പേഴ്സിൻ്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിന് ഈക്വലി ഷെയർ ചെയ്യുന്നു. ആ ഒരു രീതിയിൽ അവർ ജീവിച്ചു പോകുന്നു. അവിടെ എന്താണ്, ഒരു ഡിസ്ക്രിമിനേഷൻ കാസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ചെയ്യുന്ന തൊഴിലിൻ്റെ പേരിലുള്ള വേർതിരിവുകളോ ഡിസ്ക്രിമിനേഷനോ ഒന്നും തന്നെ ഇല്ല. ഒരു കൃത്യമായ ഒരു സോഷ്യൽ ഓർഡർ പോലും ഫോം ചെയ്തിട്ടില്ലാത്ത ഒരു സമയമാണ് പ്രിമിറ്റീവ് സൊസൈറ്റി എന്നാണ് കാൾ മാർക്സ് പറയുന്നത്. അവിടെ ക്ലാസ്സിന് യാതൊരു തരത്തിലുള്ള സ്പേസും ഉണ്ടായിരുന്നില്ല. രണ്ടാമതായിട്ട് കാൾ മാർക്സ് പറയുന്നതാണ് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി എന്ന് പറയുന്നത്. സോ ഏഷ്യാറ്റിക് സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ മനുഷ്യന് കുറച്ചും കൂടി എന്താണ് പുരോഗമനം വന്നിട്ടുണ്ട്. ആ ഡെവലപ്മെൻറ്റിനനുസരിച്ച് ഒരു സ്ലേവ് സിസ്റ്റമാണ് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷനകത്ത് പ്രധാനമായും കാൾ മാർക്സ് പറയുന്നത്. അതായത് എന്താണ്, കുറച്ച് സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് വെൽത്തി ആയിട്ടുള്ള സൊസൈറ്റിയിൽ പവറും വെൽത്തും ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ പവർ ഇല്ലാത്ത ലേബേഴ്സിനെ എന്താണ് സ്ലേവുകളായി പർച്ചേസ് ചെയ്യുന്നു. അടിമച്ചന്തകളൊക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണത്. അപ്പോൾ മനുഷ്യനെ അടിമകളാക്കി മറ്റു മനുഷ്യർ തന്നെ വിലയ്ക്ക് വാങ്ങി കൊണ്ടുവരികയും അതിലൂടെ അവരെ ചൂഷണം ചെയ്ത് പണിയെടുപ്പിച്ച് എന്താണ് അതിൽ നിന്നും എന്താണ് സുഖലോലുപതയിൽ കുറച്ച് ഒരു ഗ്രൂപ്പ് ജീവിക്കും, മറ്റു ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്താണ് സ്ലേവ്സ് അല്ലെങ്കിൽ അടിമകളായിട്ട് മാറുന്ന ഒരു രീതിയായിരുന്നു ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷനിലാണ് പ്രിമിറ്റീവിൽ നിന്ന് മാറി നമുക്ക് പ്രൈവറ്റ് ഓണർഷിപ്പുകൾ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് പ്രിമിറ്റീവിൽ നമ്മൾ പറഞ്ഞു അവിടെ ഓണർഷിപ്പ് ഇല്ല, ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ തുടങ്ങി. ഇത്ര ലാൻഡ് അല്ലെങ്കിൽ എന്താണ് പ്രോപ്പർട്ടീസ് ഇതെല്ലാം ഒരു വലിയ ഗ്രൂപ്പ് ഓൺ ചെയ്യുകയും ലാൻഡ് ഇല്ലാത്തവരും ലാൻഡ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് വെൽതിയർ അല്ലാത്ത ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവരുടെ കീഴിൽ സ്ലേവ്സ് ആയിട്ട് ജോലി ചെയ്യേണ്ടതുമായിട്ടുള്ള റിലേഷൻ, അതായത് മാസ്റ്റർ സ്ലേവ് റിലേഷൻസ്
വരുന്നത് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷനിലാണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് വരുന്നതാണ് ഫ്യൂഡൽ സിസ്റ്റം. നമുക്കറിയാം ഫ്യൂഡൽ സിസ്റ്റത്തിൽ എന്താണെന്നുള്ളത്. സോ ഫ്യൂഡൽ സിസ്റ്റം മാടമ്പിത്വം എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. സോ അതിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ഓണേഴ്സ് ഉണ്ടായിരിക്കും. ആ ലാൻഡ് ഓണേഴ്സിൻ്റെ കീഴിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു. അവരെന്ത് ചെയ്യുന്നു, ലാൻഡിൽ ഇവർക്ക് സ്വന്തമായിട്ട് ലാൻഡ് ഇല്ലാത്തവർ ലാൻഡ് ഓണേഴ്സിനെ ആശ്രയിക്കുകയും അതിൽ അവർ വർക്ക് ചെയ്യുകയും ലൈഫ് ലോങ് ത്രൂ ഔട്ട് ഇവരെന്താണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളും സഫറിങ്സും ഒക്കെ അനുഭവിച്ച് കൃഷി ചെയ്യുന്നതിൻ്റെ മുക്കാൽ ഓഹരിയും ലാൻഡ് ഓണറിന് കൊടുത്ത് അല്ലെങ്കിൽ ടാക്സ് ആയിട്ട് പേ ചെയ്ത് വളരെ കുറച്ച് വേജിൽ അല്ലെങ്കിൽ വളരെ കുറച്ച് പ്രോഡക്റ്റ് മാത്രം അവരുടെ കൈവശം വെക്കാനും സബ്സിസ്റ്റൻസിന് വേണ്ടി മാത്രം നിലനിന്ന് പോകുന്ന മനുഷ്യരുള്ള രണ്ട് ഗ്രൂപ്പായിട്ടാണ് ഫ്യൂഡൽ സിസ്റ്റത്തിൽ മാറുന്നത്. നമുക്കറിയാം 8th സെഞ്ചുറിയിലും അതുപോലെ തന്നെ എന്താണ് ഒരു 12th സെഞ്ചുറി ആ ഒരു സമയത്തൊക്കെ യൂറോപ്പിൽ എന്ന് പറയുന്നത് അത്രത്തോളം അത്രത്തോളം എന്താണ് പവർഫുൾ ആയിട്ടുണ്ടായിരുന്ന ഒരു സമയത്ത് അവരുടെ പവർ കുറച്ച് വീക്കായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ അവരുടെ കീഴിൽ എന്താണ് ആർമീസ് കുറവായിരുന്നു, എന്നാൽ അതിലധികം ലാൻഡുകൾ അവരുടെ കീഴിലുണ്ടായിരുന്നു. പല ഗ്രൂപ്പുകളായിട്ടാണ് ഫ്യൂഡൽ സൊസൈറ്റിയിൽ നമുക്ക് ആൾക്കാരെ പറയാൻ പറ്റുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു കിങ് ആണെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് നമുക്ക് പറയാം ബാരൻസ് എന്ന് പറയാം അല്ലെങ്കിൽ ലാൻഡ് ഓണേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. സോ അവർക്ക് എന്താണ് ഒരുപാട് ലാൻഡ് ഓണേഴ്സ് ആയത് എങ്ങനെയാണെന്നുള്ളത് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാൻഡ് ഓണേഴ്സിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ എന്താണ് ഈ ബാരൻസിൻ്റെ കയ്യിൽ എന്താണ് ആർമീസിൻ്റെ പവർ ഉണ്ടായിരുന്നു. കിങ്ങിനുള്ളതിനേക്കാൾ കൂടുതലായിട്ട് സേഫ് സോണിലായിരുന്നു ഈ ലാൻഡ് ഓണേഴ്സ് ജീവിച്ചുകൊണ്ടിരുന്നത്. സോ അതിന് റിട്ടേൺ ആയിട്ട് കിങ്ങിന് പലപ്പോഴും എന്താണ് സോൾജേഴ്സിന് ആവശ്യം വരുമ്പോൾ ലാൻഡ് ഓണേഴ്സിൻ്റെ അടുത്ത് സഹായം ചോദിക്കുകയും ഇൻ റിട്ടേൺ ആയിട്ട് കിങ് ഒരു വാസ്റ്റ് ഏരിയ ഓഫ് ലാൻഡ് ഈ ബാരൻസിന് അല്ലെങ്കിൽ ലാൻഡ് ഓണേഴ്സിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു. സോ അങ്ങനെ വരുമ്പോൾ ഇവരുടെ കയ്യിൽ ലാൻഡ് കൂടുതലുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, വർക്കിംഗ് ക്ലാസ്സിനെ അല്ലെങ്കിൽ എന്താണ് ഈ നോബിൾസ് വളരെ പുവർ ആയിട്ടുള്ള ആൾക്കാരെ ഇവരുടെ ലാൻഡിൽ ജോലി ചെയ്യിപ്പിക്കും. അങ്ങനെ ജോലി ചെയ്യിപ്പിച്ചിട്ട് ടാക്സിലൂടെയും അല്ലെങ്കിൽ അവർ കൃഷി ചെയ്യുന്നതിൻ്റെ മുക്കാൽ ഭാഗം ഓഹരിയും പങ്കുപറ്റിയും എന്താണ് ആ ഒരു സിസ്റ്റം വരുന്നതിനെയാണ് നമ്മൾ ഫ്യൂഡൽ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെയും നമുക്കൊരു ക്ലാസ് ഡിസ്ക്രിമിനേഷനാണ് കാണാനായിട്ട് സാധിക്കുന്നത്. കാര്യം ഒരു ഗ്രൂപ്പ് എന്താണ് പ്രിവിലേജ് അനുഭവിക്കും, മറ്റൊരു ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു ഡിസ്ക്രിമിനേഷനും അതുപോലെ സഫറിങ്സും ഓപ്പറേഷനുമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഫ്യൂഡൽ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നതാണ് നമ്മുടെ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഈവൻ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത് ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആണെന്നുള്ളതാണ്. സോ അതിനകത്ത് കാൾ മാർക്സ് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, ബൂർഷ്വാസി ആൻഡ് പ്രൊലിറ്ററേറ്റ് റിലേഷൻഷിപ്സ് ആണ് നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ബൂർഷ്വാസി എന്ന് പറയുമ്പോൾ ക്യാപിറ്റലിസ്റ്റ് ആയിരിക്കും ആൻഡ് പ്രൊലിറ്ററേറ്റ് എന്ന് പറയുന്നത് ലേബേഴ്സ് ആണ്. പലപ്പോഴും എക്സ്പ്ലോയിറ്റേഷൻ തന്നെയാണ് അവിടെയും ഒരു കീ ഫീച്ചറായിട്ട് വരുന്നത്. ലേബേഴ്സ് എപ്പോഴും ക്യാപിറ്റലിസ്റ്റിൻ്റെ കീഴിൽ അവരുടെ ലേബർ പവർ കൊടുത്തിട്ടും വളരെ നിയർ ആയിട്ടുള്ള വേജിന് വേണ്ടി ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ അന്നുള്ള ജീവിതം നിലനിർത്താൻ മാത്രം കഴിയുന്നു. സഫീഷ്യൻ്റ് ആയിട്ടുള്ള വേജ് പലപ്പോഴും കിട്ടാതെ അൺസേഫ് ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസിൽ വർക്ക് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിട്ട് അത് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി കാൾ മാർക്സ് പറയുന്ന അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അതായത് അവിടെ നമുക്കൊരു ക്ലാസ്ലെസ് സൊസൈറ്റിയെ കാണാൻ സാധിക്കും എന്നാണ് കാൾ മാർക്സ് വിശ്വസിക്കുന്നത്. എങ്ങനെയായിരുന്നു ഒരു പ്രിമിറ്റീവ് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി, അതായത് ക്യാപിറ്റലിസത്തിനകത്ത് തന്നെ എന്താണ് കോൺഫ്ലിക്റ്റുകൾ സംഭവിക്കുമെന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കോൺഫ്ലിക്റ്റുകൾ വർക്കറും അല്ലെങ്കിൽ ലേബറും ക്യാപിറ്റലിസ്റ്റും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ ലീഡ് ചെയ്ത് മുന്നോട്ട് പോവുകയും അതിൽ അവസാനം ലേബർ തന്നെ ജയിക്കും അല്ലെങ്കിൽ ലേബേഴ്സ് തന്നെ ജയിക്കുകയും അതിനുശേഷം ഒരു ക്യാപിറ്റൽ ലെസ് ആയിട്ടുള്ള സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു ക്ലാസ്ലെസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലേക്ക് നമ്മൾ മാറും എന്നതാണ് കാൾ മാർക്സിൻ്റെ കൺസെപ്റ്റിനകത്ത് ഈ ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷനകത്ത് അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത്. സോ ഇത്രയാണ് മോഡ് ഓഫ് പ്രൊഡക്ഷനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 5 സ്റ്റേജസിനെ കുറിച്ചാണ് പറഞ്ഞത്. സോ ഫസ്റ്റ് വൺ ഇസ് പ്രിമിറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു, ആദിമ മനുഷ്യൻ്റെ ആ ഒരു സെൻസ് ഓർത്താൽ മതി. അതായത് ആൾക്കാർ എന്താണ് കളക്റ്റീവായിട്ട് ജീവിക്കുന്നു, അവിടെ ക്ലാസ് ഇല്ല. രണ്ടാമത് വരുന്ന ഏഷ്യാറ്റിക് ആണ്, സ്ലേവ് റിലേഷൻ ആണ് അതിനകത്ത് വരുന്നത്. ദെൻ തേർഡ് വൺ ഈസ് ഫ്യൂഡൽ സിസ്റ്റം ആണ് അല്ലെങ്കിൽ ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അവിടെ വരുന്നത് സർഫ്ഡം ആണ്. നമുക്കറിയാം സർഫ് ലാൻഡ് ഓണേഴ്സ് ഉണ്ടായിരിക്കും, അവരുടെ കീഴിൽ എന്ത് ചെയ്യുന്നു ലാൻഡ്ലെസ് ആയിട്ടുള്ള ലേബേഴ്സ് വർക്ക് ചെയ്യുന്നു. നാലാമത് വരുന്നത് ക്യാപിറ്റലിസം ആണ്, ബൂർഷ്വാസി പ്രൊലിറ്ററി റിലേഷൻസ് ആണ്. അതായത് ഓണേഴ്സ് ആയിട്ട് ക്യാപിറ്റലിസ്റ്റുകൾ ഉണ്ടായിരിക്കും, അവർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ചെയ്യുന്നത് ക്യാപിറ്റലിസ്റ്റുകളായിരിക്കും. അവരുടെ കീഴിൽ എന്താണ് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ മീൻസ് ഒന്നും ഇല്ലാത്ത ലേബേഴ്സ് അവരുടെ ലേബർ പവർ കൊടുത്ത് വർക്ക് ചെയ്യുന്ന രീതി, അതിലും എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഡോമിനേഷൻ ഓഫ് ക്യാപിറ്റലിസ്റ്റുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ഇതിനെല്ലാത്തിനും ഒടുവിൽ ക്ലാസ് സ്ട്രഗിളുകൾ ഉണ്ടാവുകയും ആ ക്ലാസ് സ്ട്രഗിൾ ഒരു കമ്മ്യൂണിസത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും, അതായത് ഒരു ക്ലാസ്ലെസ് സൊസൈറ്റിയിലേക്ക് എത്തിക്കും എന്നതാണ് കാൾ മാർക്സിൻ്റെ മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന കൺസെപ്റ്റിൽ അദ്ദേഹം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്.
തേർഡ് യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുള്ളത് 3 കൺസെപ്റ്റുകളാണ്. ഒന്ന് ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ, റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ടെക്നോളജിക്കൽ നോ ഹൗസ്, അതിനെ എല്ലാത്തിനെയോട് ചേർത്തിട്ടാണ് ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ലാൻഡ് വരാം, പ്രോപ്പർട്ടീസ് വരാം, ലേബർ പവർ, ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു. ആൻഡ് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഓണേഴ്സും ലേബേഴ്സും തമ്മിലുള്ള റിലേഷനോ അല്ലെങ്കിൽ എന്താണ് സബോർഡിനേറ്റ്സ് തമ്മിലുള്ള റിലേഷനോ ആവാം. കോപ്പറേഷൻ ആൻഡ് ഡോമിനേഷൻ ആണ് അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു. ഹ്യൂമൻ റിലേഷൻസിൻ്റെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി, അതിനെയാണ് നമ്മൾ പൊതുവെ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നതെന്ന് വെച്ചു. ദെൻ അതിനുശേഷം പറഞ്ഞതാണ് നമ്മുടെ മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. പ്രധാനമായിട്ടും 5 മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പ്രിമിറ്റീവ് മോഡിനെ കുറിച്ചും ഏഷ്യാറ്റിക് ആൻഡ് ഫ്യൂഡൽ സൊസൈറ്റി, ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ആൻഡ് ദ ഫൈനൽ വൺ ഇസ് കമ്മ്യൂണിസം. അപ്പോൾ കാൾ മാർക്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള 5 സ്റ്റേജസ് ആണ് നമ്മൾ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഈ കോൺസെപ്റ്റുകളെല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.